ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ 19 ദിവസം സഭ നടന്നു. ഒരു മൈലേജ് കോൺഗ്രസിനെ സംബന്ധിച്ച് ആ സഭാ നടപടികൾ പൂർണ്ണമാകുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന ദിവസം അമിത്ഷായും പ്രധാനമന്ത്രിയും എത്തുന്നു, വന്ദേ മാതരം പാടി അവസാനിപ്പിക്കുകയാണ് സഭാ നടപടികൾ അനിശ്ചിതമായി. അവിടെ അടികിട്ടിയ പോലെ നിന്നു പ്രതിപക്ഷം. അവിടെ നിന്നതാ ഇപ്പോൾ സ്വാതന്ത്ര്യദിന ആഘോഷം കഴിയുമ്പോൾ മൂക്കിടിച്ച് വീണിരിക്കുന്നു പ്രതിപക്ഷം എന്ന് പറയാം. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് എന്താണോ BJP പ്ലാൻ ചെയ്തത് അതൊക്കെ നടന്നിരിക്കുന്നു. കോൺഗ്രസിന് വിശദീകരിക്കാൻ പോലും പറ്റാതെ നിൽക്കുകയാണോ ഈ അവസ്ഥയിൽ? പഠിക്കൽ കൊണ്ട് കാലമുടയ്ക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ രേണുക, ഇത് തന്നെയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് പൊതുവെ വിജയകരം, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വിജയകരം എന്ന് വിലയിരുത്തിയ 18 ദിവസത്തിന് ശേഷം 19ാം ദിവസം കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷത്തിനും അടിപതറി. 20ാം ദിവസം, അതായത് അതിനുശേഷം സ്വാതന്ത്ര്യദിനം വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, AICCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്വതസിദ്ധമായ ഏകോപനമില്ലായ്മ അല്ലെങ്കിൽ ഒരു അഴകുഴമ്പൻ സമീപനം ദൃശ്യമായി. ഇവിടെ നോക്കൂ, കോൺഗ്രസ് പാർട്ടി ക്ലെയിം ചെയ്യുന്നത് എന്താണ്? തങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്, വന്ദേ മാതരത്തെക്കുറിച്ച് വ്യക്തമായ നിലപാടുണ്ട്, ദേശീയതയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. 1937 AICC പ്രമേയമനുസരിച്ച് ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി ഔപചാരികമായി അംഗീകരിച്ചിട്ടുള്ളത്. അത് പാടണം, പാടിയിരിക്കും, പാടേണ്ടതാണ് എന്നതാണ് നിലപാട്. അല്ലാതെ വന്ദേ മാതരത്തെ പൂർണ്ണമായി അവഗണിക്കുക എന്നത് കോൺഗ്രസ് നിലപാടാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൂർണ്ണമായി അത് പാടേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു രീതി, അതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കോൺഗ്രസ് എത്ര സ്വരത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്? കേരളത്തിൽ വന്ദേ മാതരം പാടിയിട്ടേയില്ല. ഒരു പ്രതീതി ഉണ്ടായി ഒരുപക്ഷെ പാടേണ്ടി വരും. കേന്ദ്ര ഡയറക്റ്റീവ് ഉണ്ട്, അത് ചീഫ് സെക്രട്ടറി ഈ താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രത്തെ നിർദ്ദേശം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റീവ് മാത്രമാണ്, അത് പാലിക്കണം നിർബന്ധമില്ല. അല്ല, നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഭരണഘടനാപരമായി നോക്കിയാലും നിയമം, ഈ നമ്മുടെ ഒരു ലെജിസ്ലേഷൻ അനുസരിച്ച് നോക്കിയാലും പാടണമെന്ന് ഒരു നിർബന്ധവുമില്ലല്ലോ. എവിടെയാണ് പറയുക വന്ദേ മാതരം നിർബന്ധമായി ആലപിച്ചിരിക്കണമെന്ന് പറയുന്നത്? എവിടെയാണ്? പാടിയാൽ അത് പൂർണ്ണമായി പാടണം എന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്, ഒരു എക്സിക്യൂട്ടീവ് ഡയറക്റ്റീവ് എന്ന നിലയിൽ വന്നിരിക്കുന്നത് ഈ ജനുവരി മാസം 28-ാം തീയതിയാണ്. അതിനുശേഷം ഇവിടെ ജൂലൈ മാസം 9-ാം തീയതിയാണ് മറ്റൊരു കേന്ദ്ര ഡയറക്റ്റീവ് വന്നിരിക്കുന്നത്. ഇതെല്ലായിടത്തേക്കും എത്തിക്കണം. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം പോലെയുള്ള ചടങ്ങുകൾ, എണ്ണിപ്പറയുന്ന ചടങ്ങുകളിൽ തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും എങ്ങനെയാണ് പാടേണ്ടത് അതിൻ്റെ ക്രമം നിശ്ചയിച്ചിരിക്കുന്നു. അത് 2ാമത്തെ ഒരു ഡയറക്റ്റീവാണ്, സർക്കുലറാണ്. ഇത് പൂർണ്ണമായി പാലിക്കാൻ ഒരു പക്ഷേ സർക്കാർ നേരിട്ട് നിയമപരമായ ബാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ഡയറക്റ്റീവ് മാത്രമാണ്, നിർദ്ദേശം മാത്രമാണ്. പക്ഷേ അനാദരം എന്ന് പറയുന്നത് നിയമം അപ്പോഴാണ് രംഗത്ത് വരുന്നത്. എന്താണ് നിയമം? 2026 പാർലമെൻറ്റ് പാസ്സാക്കുകയും പ്രസിഡന്റ് ഒപ്പിടുകയും ചെയ്ത് നിയമമായി വന്നിരിക്കുന്ന വന്ദേ മാതരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് 1971 ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് 3ാമത്തെ അനുച്ഛേദം അമെൻഡ് ചെയ്തുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് നാഷണൽ ഓണർ, ഡിസ്റപ്ഷൻ ഓഫ് നാഷണൽ ഓണർ എന്ന വകുപ്പ് അമെൻഡ് ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർത്ത ഭാഗമാണല്ലോ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം എന്നിവയോടൊപ്പം നാഷണൽ സോങ്, അതായത് വന്ദേ മാതരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ 2 രീതിയിൽ വികലമാക്കാൻ പാടില്ല. ഒന്ന് ഡെലിബറേറ്റ്, അതായത് കരുതിക്കൂട്ടിയുള്ള ഡിസ്റപ്ഷൻ, അല്ലെങ്കിൽ ഇത് പാടുന്നവരെ തടയുന്ന സമീപനം. ഇത് ചെയ്യാൻ പാടില്ല, അത് ക്രിമിനൽ ഒഫൻസാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന, പിഴയും കൂടെ ലഭിക്കാവുന്ന ഒഫൻസാണ്. ഇത് നിയമമാണ്. അത് അറിയാത്തയാളല്ല ശ്രീമതി സോണിയാഗാന്ധി. അപ്പോൾ സോണിയാഗാന്ധി എന്തു പറഞ്ഞു എന്നതല്ല, അവിടെ ആകെ നമ്മുടെ മുന്നിലുള്ളത് AICC ഓഫീസിൽ ആ ഒരു പതാക ഉയർത്തുന്നതിനൊക്കെ ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ 15 മിനിറ്റ് സംസാരത്തിനൊക്കെ ശേഷം വന്ന വാക്കുകൾ, അവിടെ ആ ഒരു ശരീരഭാഷ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഭൂമി മലയാളത്തിലുള്ള എല്ലാവരും അത് കണ്ടവരെല്ലാം പറയും അത് നിർത്തൂ എന്ന് പറയുകയാണ്. അപ്പം ഡെലിബറേറ്റ് ഡിസ്റപ്ഷനാണ് എന്ന് വാദിക്കാം. പക്ഷേ അതിൻ്റെ ഓഡിയോ പൂർണ്ണമായി ലഭ്യമല്ല. രാഹുൽ ഗാന്ധിയുടേതായ ഒരു ഓഡിയോ ഉണ്ട് എന്ന് പറയുന്നു. അതും പൂർണ്ണമായി പുറത്തുവിട്ടിട്ടുള്ള ഓഡിയോ ആണ്. അപ്പോൾ അത് തങ്ങളുടെ നയമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ നയമല്ല വന്ദേ മാതരം പാടുക എന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? വന്ദേ മാതരം പാടണ്ട എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്തിരിക്കുന്നു. പൂർണ്ണമായി പാടുക എന്ന നിലപാട് സേവാദൾ എടുത്തിരിക്കുന്നു. സേവാദളിനെയാണല്ലോ ചുമതലപ്പെടുത്തിയത്. കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ സേവാദളിൻ്റെ വോളണ്ടിയേഴ്സ് അവർ ചേർന്നാണല്ലോ പാടിയത്.
അപ്പോൾ ഈ കോർഡിനേഷനിൽ പെശകി. ഒരുപക്ഷെ 2 ചരണം മാത്രം പാടണം എന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ് എന്ന് ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. വെറും വാദമല്ല, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ടായി. പക്ഷേ ഒരു പാട്ട് തുടരുമ്പോൾ അതിനിടയിൽ വെച്ച് എങ്ങനെയാണ് ഡിസ്റപ്റ്റ് ചെയ്യുക? അതൊരിക്കലും സഭ്യമായ ഒരു കാര്യമല്ല. അത് ഏത് രീതിയിലുള്ള ശരീരചലനങ്ങളാണെങ്കിലും ശരി, തീർച്ചയായും. അതായത് മല്ലികാർജുൻ ഖാർഗെ 15 മിനിറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയുന്ന മല്ലികാർജുൻ ഖാർഗെയ്ക്ക് അന്നേരമില്ലാത്ത ക്ഷീണം വന്ദേ മാതരം പാടുമ്പോൾ 3 മിനിറ്റ് 10 സെക്കൻഡ് പാടുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്? അവിടെ കസ്റ്റേറ കൊണ്ടുവരാന്നൊക്കെ പറയുന്നത് തൊടുന്യായമാണ്. അതിനർത്ഥം കോൺഗ്രസിന് ഭയപ്പാടുണ്ട്. നിയമം ഒരുപക്ഷെ സോണിയാഗാന്ധിയെ തേടി വരും. ഡിസ്റപ്ഷൻ എന്ന വകുപ്പ് എന്തായാലും ആദ്യ പരാതി ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആദ്യ പരാതി സോണിയാഗാന്ധിക്കെതിരെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് BJP തന്നെയാണ്, BJP നേതാവ് തന്നെയാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്റെ ആനുകൂല്യം കിട്ടുമോ എന്നത് അറിയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.